നമസ്കാരം. മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള പല പഠനങ്ങളും ഗവേഷകർ പുറത്തിറക്കിയിട്ടുണ്ട്. ഒരു മനുഷ്യന് പിന്നിൽ നമ്മുടെ ചില പൂർവികരും ഏറ്റവും പിന്നിലായി ഒരു കുരങ്ങനും നിൽക്കുന്ന ചിത്രമാണ് പലരും പരിണാമ സിദ്ധാന്തത്തെ പറ്റി വിവരിക്കാൻ ഉപയോഗിക്കുന്നത്. മനുഷ്യൻ ഉൾപ്പെടെ ഇന്ന് ഈ ഭൂമുഖത്ത് കാണുന്ന എല്ലാ ജീവജാലങ്ങളും ഉണ്ടായി വന്നത് ഒരു ആദിമ കോശത്തിൽ നിന്നാണെന്ന് തുടങ്ങി പല പഠനങ്ങളും വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇതാ മനുഷ്യ പരിണാമ ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുകയാണ് ഗവേഷകർ. രണ്ട് പുരാതന ഹോമിനിൽ മനുഷ്യവർഗങ്ങൾ തമ്മിൽ കെനിയിൽ ഒരുമിച്ച് ജീവിച്ചിരുന്നതിന്റെ തെളിവുകൾ ലഭിച്ചെന്നാണ് ഗവേഷകരുടെ വെളിപ്പെടുത്തൽ. കെനിയയിലെ കിഴക്കൻ തുർക്കാന പ്രദേശത്തെ കൂബി ഹോറ സൈറ്റിൽ നിന്ന് കണ്ടെത്തിയ 1.5 ദശലക്ഷം വർഷം പഴക്കമുള്ള കാൽപ്പാടുകളുടെ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ. 2021 ഈ കാൽപ്പാടുകൾ കണ്ടെത്തിയതെങ്കിലും ഇപ്പോഴാണ് ഇത് സംബന്ധിച്ച പഠനം പുറത്തുവരുന്നത്. ഹോമോ എറക്ടസ്, പാരാത്രോപ്പസ് ബോയ്സി എന്നീ ആദിമ മനുഷ്യരുടെ കാൽപ്പാടുകളാണ് കണ്ടെത്തിയതെന്ന് ഗവേഷകർ അവകാശപ്പെട്ടു. ഈ രണ്ട് പുരാതന ഹോമിനിൽ ഇനങ്ങൾ ഒരേ തടാകക്കരയിലൂടെ മണിക്കൂറുകളോളം അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിലുള്ള ഇടവേളകളിൽ നടന്നുവെന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത്. ഒരേ ഭൂപ്രകൃതിയിൽ ജീവിക്കുന്നു. പരസ്പരം ഇടപഴകാൻ സാധ്യതയുള്ള ആ രണ്ട് ജീവിവർഗങ്ങളുടെ ആദ്യത്തെ സ്നാപ്ഷോട്ടിനെ പെൻസിൽവാനിയയിലെ പിറ്റ്സ്ബർഗിലെ ചാത്തം സർവകലാശാലയിലെ പാലിയോ ആർത്തോപോളജിസ്റ്റായ കെവിൻ ഹറ്റാല ഇങ്ങനെയാണ് പറയുന്നത്: ചെളിയിൽ ഉറച്ചുപോയ കാൽപ്പാടുകൾ പുരാതന മനുഷ്യരുടെ ജീവിതത്തിലേക്കുള്ള വലിയൊരു കാഴ്ചയാണ് തുറന്നിരിക്കുന്നത്. കാൽപാദങ്ങളുടെ ഉയരം, കാൽവിരലുകളുടെ ആകൃതി, വ്യത്യസ്തമായ നടത്ത രീതികൾ തുടങ്ങി ഇവരുടെ വ്യത്യസ്തവും സങ്കീർണവുമായ വിശദാംശങ്ങൾ ഈ കാൽപ്പാടുകൾ വ്യക്തമാക്കുന്നതായി ജർമ്മനിയിലെ ലെയ്പ്സിഗിലെ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എവല്യൂഷണറി ആന്ത്രോപോളജിയിലെ പാലിയോ ആന്ത്രോപോളജിസ്റ്റായ ട്രെസി കിവിൻ പറയുന്നു. ആദ്യമായിട്ടാണ് രണ്ട് ഹോമിനിൽ ഇനങ്ങൾ പരസ്പര സഹവർത്തിത്വത്തോടെ ഒരുമിച്ച് ജീവിച്ചിരുന്നു എന്നതിന് തെളിവ് ലഭിക്കുന്നത്. 3D എക്സ്റേ അടിസ്ഥാനമാക്കിയുള്ള ഇമേജിംഗ് ടെക്നിക്കുകൾ ഉപയോഗിച്ച് കാൽപ്പാടുകളെ കുറിച്ച് വിശദമായ പഠനം നടത്തിയതിലൂടെയാണ് പുതിയ കണ്ടെത്തൽ. ഈ കാൽപ്പാടുകൾ ആധുനിക മനുഷ്യരുടെ കാൽപ്പാടുകളുമായി താരതമ്യം ചെയ്യുകയും അവയുടെ ആകൃതിയിലും ഘടനയിലുമുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. മനുഷ്യരുടെ കാൽപ്പാടുകൾക്കൊപ്പം കന്നുകാലികളുടെ 30 പൂർവികരുടെയും 3 കുതിര പോലുള്ള മൃഗങ്ങളുടെയും വംശനാശം സംഭവിച്ച ഭീമൻ കൊക്കായ ലെപ്റ്റോപിറ്റിലോസ് ഫാൽക്കണറി ഉൾപ്പെടെ 61 പക്ഷിയിനങ്ങളുടെയും കാൽപ്പാടുകൾ ഇവിടെ നിന്നും ലഭിച്ചു. ഹോമിനിയനുകളുടെയും പക്ഷിമൃഗാദികളുടെയും ഒരുമിച്ച് സജീവമായി ജീവിച്ചിരുന്ന പ്രദേശമായിരുന്നു അതെന്നും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ഏറ്റവും നിർണായകമായ ഒരു പഠനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ TV.